നമസ്കാരം. ഒരു ഭാഗത്ത് അയോധ്യ പോലെ BJPയുടെ ലാൻഡ്മാർക്കായ ഒരു ആരാധനാലയത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കും മട്ടിൽ വൻ കൊള്ള പിടിക്കപ്പെടുന്നു. കേരളത്തിലെ BJPക്കാരൊക്കെ നിരന്തരം ദേശീയതലത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണല്ലോ, ഭക്തന്മാരുടെ കയ്യിൽ അമ്പലം കൊണ്ടുവിടണം, സർക്കാർ നിയന്ത്രിക്കരുത്, ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണമെന്ന്. അങ്ങനെ ഭക്തന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാക്കിയ BJPയുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നേതൃത്വത്തിലുള്ള ഒരമ്പലത്തിലാണ് അയോധ്യയിൽ അവരുടെ ഭരണത്തിലേക്കുള്ള യാത്രയിൽ പ്രധാന ആയുധമായിരുന്ന ഒരു ക്ഷേത്രം ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ അമ്പലം പണിന്ന് അതിനിടയിൽ അധികാരത്തിലേറിയ ഒരു ക്ഷേത്രം, അവിടെ വൻ കൊള്ള നടന്നത് പിടിക്കപ്പെടുന്നു. അത് ആഭ്യന്തരമായി BJPയെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ അവരുടെ ആഭ്യന്തര ആയുധമാക്കി യോഗിയെ ഒതുക്കാൻ മോദിയെ കുഴപ്പത്തിലാക്കാൻ യോഗിയോ ഒക്കെ കൂടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരു ഭാഗത്ത് വരുന്നു. മറുഭാഗത്ത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഇതിനെതിരെ പോരാടേണ്ട ഇന്ത്യ സഖ്യത്തെ ചിന്നിച്ചിതറിച്ച് ഒരു മട്ടിൽ മൂലക്കിരുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ കുതിരക്കച്ചവടത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളായ ശിവസേനയും തൃണമൂലും ആം ആദ്മിയും അടക്കമുള്ള പാർട്ടികളെ ഇല്ലാതാക്കും മട്ടിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ റോൾ എന്താണ്? രാഹുൽ ഗാന്ധി എവിടെയാണ്? ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായൊരു ലേഖനം, MV നികേഷ് കുമാറിൻ്റെ ഒരു ലേഖനം നിങ്ങളെ കൂടി കേൾപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത്. ജനാധിപത്യത്തിൻ്റെ മുറിവുകൾ എന്ന തലക്കെട്ടിൽ MV നികേഷ് കുമാർ എഴുതിയ ആ ലേഖനത്തിലെ പ്രധാന ഉള്ളടക്കം 3 പാർട്ടുകളായിട്ട് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കും വിധത്തിൽ BJP നടത്തിയ ഇടപെടലിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ബഹുപാർട്ടി സംവിധാനം ആകെ അട്ടിമറിക്കുകയാണ് BJP. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന എന്നീ പാർട്ടികളെ പിളർത്തി 2024 ജനം വോട്ട് ചെയ്ത് നിശ്ചയിച്ച ഘടനയല്ല പാർലമെന്റിനുള്ളത്. ലോക്സഭയിൽ തൃണമൂലിൻ്റെ 20ഉം ശിവസേനയുടെ 6 അംഗങ്ങളെ ഇതിനകം ചാക്കിലാക്കിയിരിക്കുന്നു. 2019 പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ ബാലാക്കോട്ട് സൈനിക നീക്കം നടത്തിയത് മോദിയുടെ വരവിന് കാരണമായെന്നാണല്ലോ നിരീക്ഷണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകാതെ തന്നെ പ്രാണപ്രതിഷ്ഠ ക്രമീകരിച്ചു. കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും NDA അധികാരത്തിൽ വന്നു. 2029 ജയിക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം വേണം എന്നാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ 240 അംഗങ്ങളാണ് BJPക്ക്, NDAക്ക് 292 അംഗങ്ങളും. മുന്നിൽ 2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി സാധ്യമാകൂ. ക്രോസ് വോട്ടിങ്ങിലൂടെ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഒത്തില്ല. തുടർന്നാണ് പാർട്ടികളെ പിളർത്തുന്ന നീക്കം തുടങ്ങിയത്. ലോക്സഭയിൽ 2 ഭൂരിപക്ഷം ലഭിക്കാൻ 360 അംഗങ്ങൾ വേണം. അതായത് 68 പേരെ കൂടി കൂറുമാറ്റിയാൽ മാത്രമേ 2 ഭൂരിപക്ഷമാകൂ. തൃണമൂൽ, ശിവസേന ഓപ്പറേഷന് ശേഷം ശരത് പവാറിന്റെ NCP, സമാജ്വാദി പാർട്ടി എന്നിവയാണ് BJP ലക്ഷ്യമിടുന്നത്. മണ്ഡല പുനർനിർണയത്തിലൂടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ വിഭജിക്കാനാണ് നീക്കം. അസമിലും ജമ്മു കാശ്മീരിലും കുപ്രസിദ്ധമായ ജെറി മാൻഡറിംഗ് രീതിയാണ് അവലംബിച്ചത്. മുസ്ലിം സ്വാധീന കേന്ദ്രങ്ങളെ ഹിന്ദു കേന്ദ്രങ്ങളുമായി ജയത്തിന്റെ അനുപാതത്തിൽ തന്നെ ക്രമീകരിച്ചു. കൂടുതൽ സ്വാധീനമുള്ള മുസ്ലിം കേന്ദ്രങ്ങളെ ST സംവരണ മണ്ഡലങ്ങളാക്കി മുസ്ലിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഒഴിവാക്കി. മണ്ഡല അതിർത്തികൾക്ക് ഭൂമിശാസ്ത്രപരമായ അടുപ്പം നിശ്ചയിച്ചില്ല. എന്ത് ഞെട്ടിക്കുന്ന വിവരമാണ് നോക്കൂ. അതായത് അട്ടിമറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആ പറഞ്ഞത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പ്രത്യേകമായി ഒരു മണ്ഡലമാക്കി വിഭജിച്ച് അവിടെ സംവരണം പ്രഖ്യാപിക്കും. പട്ടികജാതി പട്ടികവർഗ സംവരണം പ്രഖ്യാപിക്കും, സംവരണ മണ്ഡലമാക്കി മാറ്റും. അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം പ്രാതിനിധ്യം കുറയും എന്നുള്ളതാണ്, ഇല്ലാതാവും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അട്ടിമറി ആണ് നടക്കുന്നത്. മണ്ഡല പുനർനിർണയം ആവശ്യമാണ് എന്ന് പറയുന്ന ഭരണഘടനാ വിദഗ്ധരുണ്ട്. അവരുടെ വാദം ന്യായവുമാണ്. 15 ലക്ഷം വോട്ടർമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറും 25 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലത്തിലെ ഒരു വോട്ടറും ഒരു വോട്ട് ഒരു മൂല്യം എന്ന തത്വത്തെ ലംഘിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ജനവിധി ആകെ അട്ടിമറിക്കുന്നവർക്ക് ഇത് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ബംഗാളിലെ തൃണമൂൽ ജയിപ്പിച്ച് 21 MPമാർ ശരാശരി കണക്കിലെടുത്താൽ 34 കോടി ജനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ജനസംഖ്യാ അനുപാതമായി നോക്കുമ്പോൾ മണ്ഡല വിഭജനം വേണം എന്ന് പറയുന്നവരുടെ വാദം ന്യായമാണ് എന്ന് നികേഷ് കുമാർ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ആ 4 കോടിയുടെ ജനവിധി, അതായത് ബംഗാളിലെ 4 കോടിയുടെ ജനവിധി നിറയെ പണം കൊടുത്ത് വാങ്ങിയ BJP ഒരു വോട്ടറുടെ മൂല്യത്തിൽ വരുന്ന കുറവിൽ ആശങ്കപ്പെടുകയാണ്. അപ്പോൾ അത്രമാത്രം അവരുടെ ഈ ഇരട്ടത്താപ്പ് വ്യക്തമാകുകയാണ്. അവരുടെ മനസ്സിൽ വോട്ടറുടെ മൂല്യവും ഭരണഘടനയും ഒന്നുമല്ല. മണ്ഡലങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കീറിമുറിക്കണം, കലാപങ്ങൾ ഉണ്ടാക്കി ധ്രുവീകരിക്കണം, വീണ്ടും അധികാരത്തിൽ വരണം, ഹിന്ദുത്വ രാഷ്ട്രമായി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തണം. അതിലേക്കുള്ള യാത്രയാണ് ഇത് എന്നാണ്. അതിനേക്കാൾ വലിയ തമാശ, തൃണമൂലിന്റെ വിമതരായ 20 MPമാരുടെ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ
എന്ന പാർട്ടിയിൽ ലയിക്കാനാണ് BJP ആവശ്യപ്പെട്ടത് എന്നതാണ്. അതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പാർട്ടി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പോലുമില്ല. അതായത് 0 വോട്ട്. ത്രിപുരയിൽ 2 സീറ്റിൽ മത്സരിച്ചിരുന്നു, കിട്ടിയത് 822 വോട്ട്, അതായത് 0.03% വോട്ട്. 822 വോട്ട് മാത്രം കിട്ടിയ സിറ്റിസൺസ് പാർട്ടി ഇന്ന് ലോക്സഭയിലെ 5ാമത്തെ കക്ഷിയാണ്. 1 വോട്ട് 1 മൂല്യം എന്ന ഭരണഘടനാ അവകാശം നാം പൗരന്മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഈ BJP സഹിക്കുന്നതെന്നാണ് നികേഷ് കുമാർ പറയുന്നത്. അടുത്തത് കുതിരക്കച്ചവടത്തിന്റെ തുടർ പ്രവർത്തനങ്ങളാണ്. കുതിരക്കച്ചവടം കോൺഗ്രസ് നേരത്തെ കണ്ടുപിടിച്ചതാണ് എങ്കിലും 2014 ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വ്യാപകമായി ദുരുപയോഗിച്ചു തുടങ്ങി BJP അധികാരത്തിൽ വന്നതിന് ശേഷം. ഒറ്റ മാസത്തിനുള്ളിലാണ് 3 പ്രമുഖ ദേശീയ പാർട്ടികളിൽ നിന്ന് 2 അംഗങ്ങളെ അടർത്തിയെടുത്തത്. എല്ലാവരും പിളർപ്പിന് തയ്യാറാവണമെന്നില്ല. ഞാനെന്തിന് കളം മാറണം, മന്ത്രിസ്ഥാനം എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ചിലപ്പോൾ പിളർപ്പിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല, BJPൻ്റെ കൂടെ പോകണമെന്നില്ല. എന്നാൽ അവർക്ക് പണം നൽകും. നിലവിൽ കേസുകളുണ്ടെങ്കിൽ അത് പിൻവലിച്ചു കൊടുക്കും. കേസ് ഇല്ലാത്തവരാണെങ്കിലോ ഭാവിയിൽ അവർക്കെതിരായി വരാനിരിക്കുന്ന കൂട്ടം കേസുകളുടെ എണ്ണം പറയും. 50 മുതൽ 85 കോടി വരെ ഒരു ശിവസേന MPക്ക് ലഭിച്ചു എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. കൈനിറയെ പണം, കേസില്ലാത്ത ജീവിതം, നീതി നിർവഹണം തരിമ്പ് പോലും ബാക്കിയാവാത്ത ഇരുട്ടുമുറിയായി ജനാധിപത്യ ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് നികേഷ് കുമാർ നിരീക്ഷിക്കുന്നത്. മറ്റൊരു ഘട്ടം BJP പക്ഷത്തേക്ക് കൂറുമാറിയുള്ള മണ്ഡലം വികസിപ്പിക്കാനുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള വ്യാഖ്യാനമാണ്. ശിവസേനയുടെ 6 MPമാരിൽ ഒരാളായ നാഗേഷ് പാട്ടീൽ അഷ്ടിക്കാർ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJPക്കൊപ്പം പോകുന്നു എന്നാണ്. 6 MPമാർക്കും ഉടൻ തന്നെ ഫണ്ട് അനുവദിച്ച് കിട്ടി. അതോടൊപ്പം തന്നെ വികസന ഫണ്ടിന്റെ നിശ്ചിത ശതമാനം കമ്മീഷൻ ചോദിക്കുന്ന MPമാർ ക്യാമറയിൽ കുടുങ്ങുന്നുണ്ട്. അതല്ല പ്രശ്നം, BJPക്കൊപ്പം ചേർന്നാലേ വികസന ഫണ്ട് കിട്ടൂ എന്ന ന്യൂ നോർമൽ പരസ്യമായി പറയുന്നു എന്നാണ്. അത് ജനാധിപത്യമല്ല, രാഷ്ട്രീയവുമല്ല, ജനവിധിയുടെ കച്ചവടമാണ്. അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുന്നത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ MPമാർ വഴി ജനങ്ങളിലേക്ക് അവർക്കുള്ള അർഹമായ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ BJP MP ആയാലേ ഇത് കിട്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ കേരളത്തിലൊക്കെ BJP പറയുന്നതാണ്, നിങ്ങൾ BJP MPയെ തിരഞ്ഞെടുക്കുക, എന്നാലും ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് സാധനം കൊണ്ടുവരാം. അതായത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് കേന്ദ്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നത്. അതായത് അങ്ങനെയുള്ള ആളുകളെ വഴി മാത്രമേ സഹായം കിട്ടൂ എന്ന്. അത് പരസ്യമായി പറയാൻ ഒരു പ്രശ്നവുമില്ല. അത് ന്യൂ നോർമലായി മാറി, കൂറുമാറ്റത്തിന് വരെയുള്ള കാരണമായി അത് മാറി എന്നാണ് നികേഷ് കുമാർ നിരീക്ഷിക്കുന്നത്. ആശയാടിത്തറയിലല്ല, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം. താൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് ഭാവി ഉണ്ടെന്ന തോന്നൽ ഇവർക്കൊന്നുമില്ല. ചെറിയ തിരിച്ചടികൾ പോലും ഇവരെ ഭയപ്പെടുത്തുന്നു. ഏജൻസികൾ വിരട്ടിയാൽ പേടിച്ചു പോകുന്നു. കൂറുമാറ്റമാണ് അവർക്ക് അതിനേക്കാൾ യുക്തിസഹമായ കരിയർ മാർഗം. രാഘവ് ഛദ്ദമാരും ഋതബ്രത ബാനർജിമാരും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് 100 കോടി വോട്ടർമാരുണ്ടെന്നും അതിൽ 70 കോടി ആളുകൾ 66 കോടി ആളുകൾ വോട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ ശൂന്യമാകുന്നു. ജനാധിപത്യം രോഗം പിടിപെട്ട് കിടപ്പിലാണ്. ഇലക്ടഡ് ഓട്ടോക്രസിയിൽ നിന്നും ഹിന്ദുത്വ ഏകാധിപത്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. 10ാം പട്ടിക നൽകിയത് ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയിൽ ലയിക്കാനുള്ള ഒരു അവകാശമാണ് ഭരണഘടന. എന്നിട്ടും ഈ ഭരണഘടനാ വിരുദ്ധ നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കുറ്റകരം തന്നെ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശ ടൂറിലാണ്. 3 ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ നിലനിൽപ്പിന് വേണ്ടി സകല വാതിലും മുട്ടുകയാണ്. അങ്ങനെ മുട്ടുമ്പോൾ രാഹുൽ ഏത് രാജ്യത്താണെന്ന് കോൺഗ്രസ്സുകാർക്കെങ്കിലും അറിയുമോ? സംഘപരിവാറിനൊപ്പം നിന്നില്ല എങ്കിൽ നിലനിൽപ്പില്ല എന്ന സന്ദേശം രാജ്യമെങ്ങും എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താൻ കഴിഞ്ഞു. തെലങ്കാന, ഹിമാചൽ പ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ BJP പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമാവില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് ഉൾപ്പെട്ട സർക്കാർ അതിവേഗമാണ് BJP ആശയങ്ങൾ നടപ്പാക്കാൻ ധൃതി പിടിക്കുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം 2 VCമാരെയാണ് നിയമിച്ചത്. 2ഉം സംഘപരിവാറുകാർ. 19 സെനറ്റ് അംഗങ്ങളെ നിയമിച്ചതിൽ 19ഉം BJPക്കാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടതോ സംഘപരിവാറുകാരൻ ആണ് എന്ന് പറയുന്നത് KPCC ജനറൽ സെക്രട്ടറിയാണ്, PM നിയാസ് ആണ്. AGക്കും അനുഭവം അങ്ങോട്ടാണ് എന്ന് പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് ആണ്. PM3 നടപ്പിലാക്കുന്നതിലോ PMAY വീടുകളിൽ മോദിയുടെ ലോഗോ വെക്കുന്നതിലോ ഒരു മടിയുമില്ല. BJPയുടെ കേരള നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് കോൺഗ്രസിന്റെ 63 നിയമസഭാ അംഗങ്ങളെ ചൂണ്ടിപ്പറഞ്ഞു, ഇത് മുഴുവൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്ന്. 30 സീറ്റുകളിൽ UDF ജയിച്ചത് BJP വോട്ടുകൾ കൊണ്ടാണ്. 3 സീറ്റുകളിൽ BJP ജയിച്ചത് കോൺഗ്രസ് 3ാം
സ്ഥാനത്ത് ആയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിന്റെ മന്ത്രി അടക്കം പറയുന്നത് കേന്ദ്ര സർക്കാരിനോട് അനാരോഗ്യകരമായ തർക്കങ്ങൾക്കില്ല എന്നാണ്. 2014 മുതൽ അധികാരത്തിലുള്ള മോദി സർക്കാരിന്റെ കേരളത്തോടുള്ള നീചമായ എല്ലാ നീക്കങ്ങളും പൊതുമധ്യത്തിലുണ്ട്. ഒരു ചെറുവിരൽ പോലും അതിനെതിരായി അനക്കാൻ UDF തയ്യാറായില്ല. കേരളത്തിൽ BJPക്ക് ഏത് തരത്തിലുള്ള ഇടപെടലും നടത്താൻ കഴിയും വിധം തന്ത്രപ്രധാനമായ എല്ലാ സ്ഥാനങ്ങളിലും സംഘപരിവാറുകാരെ അനുവദിക്കുകയാണ്. സംഘപരിവാറിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞെരിക്കാൻ അവർ വരും. ആപ്പിനും ശിവസേനയ്ക്കും തൃണമൂലിനും പറ്റിയത് അതാണ്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും BJPയുടെ ആശയങ്ങൾ നടപ്പാക്കി. കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDFും അതേ പാതയിലാണ് എന്നാണ് MV നികേഷ് കുമാർ നിരീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഈ നീക്കങ്ങൾ ഇപ്പോൾ 3 രാഷ്ട്രീയ പാർട്ടിയെ ഛിന്ന ഭിന്നമാക്കി. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന് പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് പ്രസക്തമാകുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ വേണം ഇതിനെ പ്രതിരോധിക്കാൻ. നിസ്സഹായമായി നിൽക്കുന്ന 3 രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം, പക്ഷേ അതിൻ്റെ അംഗങ്ങൾ, പാർലമെൻറ്റ് അംഗങ്ങൾ ചോർന്നു പോകുന്നു, പിളർത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ നേതൃത്വം ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള മനോധൈര്യമില്ലാത്ത ഏജൻസികളെയും പണത്തെയും ഒക്കെ കാണിച്ച് ആകർഷിച്ച് പേടിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഇവിടെ തന്നെ നിലനിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള ശക്തമായൊരു നേതൃത്വമില്ല എന്നുള്ളത് കാര്യമായ ഒരു നിരീക്ഷണമാണ്. ആ നേതൃത്വം എന്തുകൊണ്ടിങ്ങനെ ആകുന്നു എന്നുള്ള ചോദ്യവുമുണ്ട്. ഈ ഘടകകക്ഷികളെ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെ ആ മട്ടിൽ കൈകാര്യം ചെയ്യാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. മറ്റൊന്ന്, ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്ന നീക്കങ്ങൾ, PMC അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ എടുത്ത സമീപനം, അതിന് വിരുദ്ധമായി CPIM ഇടതുപക്ഷ പാർട്ടികളടക്കം ഫൈറ്റ് ചെയ്ത് നിന്നു എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. MV നികേഷ് കുമാർ ഒരു ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കൂടി അതിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ചേർത്ത് നിർത്തുകയാണ്. കേരളത്തിൽ UDF വന്നതിന് ശേഷം അതൊക്കെ ന്യൂ നോർമലായി നടപ്പാക്കപ്പെടുന്നു എന്നാണ്. അതായത് സാധാരണ വീടുകൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യത്തിന് അവരുടെ വീട്ടിന് ചാപ്പയടിക്കും എന്നുള്ള ഒരു പ്രതിസന്ധി, അന്തസ്സിനെ ഇടിക്കുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതിനോട് ഫൈറ്റ് ചെയ്ത് ഇത്രയും കാലം നിന്നു. എന്നാൽ KM ഷാജിയും VD സതീശനും അതൊക്കെ സാധാരണയല്ല, അതിനിപ്പം എന്താ പേടിക്കാൻ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതൊക്കെ ന്യൂ നോർമലായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ആശയപരമായി 3 MLA-മാർ മാത്രമുള്ള കേരളത്തിൽ ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ കഴിഞ്ഞ കാലത്തിൽ വ്യത്യസ്തമായി കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത് ആത്യന്തികമായി ഇന്ത്യ മുന്നണിയുടെ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടിനെ തകർക്കുന്ന ഒരു ആശയാടിത്തറ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ BJPയുടെ കടന്നുകയറ്റം ഈ മട്ടിൽ നടക്കുന്നു. ഇനി യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ രണ്ട് VC അല്ലേ ആയിട്ടുള്ളൂ, ബാക്കി VC-മാരെയും ഇതുപോലെ കേന്ദ്രത്തെ പണക്കണ്ട എന്ന് പറഞ്ഞ് TC ദിക്കും BD സതീശനും പറയുകയും VC-മാരെ ഗവർണർ നിയമിക്കുകയും ചെയ്യും. ആ VC-മാരുടെ തുടർ പ്രവർത്തനങ്ങളാണ് സെനറ്റും VC-യും എല്ലാം ആധിപത്യത്തിലാകുമ്പോൾ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുക, നോർത്ത് ഇന്ത്യയിൽ UP-യിൽ ഒക്കെ പഠിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. അത്തരം നീക്കങ്ങൾക്ക് ധാർമ്മികമായ പിന്തുണ നൽകും വിധത്തിലേക്ക് ഈ കേന്ദ്രത്തോട് ഉടക്കാനില്ല എന്നുള്ള കേവലം രാഷ്ട്രീയം പോലും പറയാതെ, ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തണ്ടേ, അതുപോലും പറയാതെ എല്ലാം ഇങ്ങോട്ട് തന്നോളും, ഞങ്ങൾ നടപ്പാക്കാം എന്ന മട്ടിലേക്ക് UDF സർക്കാരും പോകുന്നു. ഇത് ദേശീയ സാഹചര്യത്തിൻ്റെ പരിച്ഛേദം എന്നാണ് MV നികേഷ് കുമാർ പറയുന്നത്. അത് പ്രസക്തമാണ്. കേരള രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന അനുരണനങ്ങളുടെ തുടർച്ച ഇവിടെ നിന്നായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.